കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്ത സംഭവത്തിൽ യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി. തുടർച്ചയായ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളിലാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടെ നടപടിയുണ്ടായത്. നിയമലംഘനത്തിന് സഞ്ജു ഉപയോഗിച്ച വാഹനത്തിന്റെ രജിസ്ട്രേഷനും നേരത്തെ റദ്ദാക്കിയിരുന്നു. യൂട്യൂബ് വഴിയുള്ള മോട്ടോർ വാഹന നിയമലംഘനങ്ങളിലാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO സഞ്ജു ടെക്കി എന്ന സഞ്ജു TSന്റെ ലൈസൻസ് റദ്ദാക്കിയത്. തുടർച്ചയായ മോട്ടോർ വാഹന നിയമലംഘനങ്ങളുടെ പേരിലാണ് നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് RTO R രമണൻ പറഞ്ഞു. ശ്രീ സഞ്ജു TS എന്ന സഞ്ജു ടെക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്ലോഗർ കാറിനകത്ത് താൽക്കാലിക സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അത് പൊതുനിരത്തിലൂടെ ഓടിച്ചതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെതിരെ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുമോട്ടോ ഇത് സംബന്ധിച്ച കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. പരിശോധിച്ചതിൽ നിന്ന് മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ നടത്തി ഇത്തരം ബ്ലോഗർമാർ നടപടി ഉണ്ടാവാതിരിക്കുക, ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രീ സഞ്ജു TSന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയാണ് 2 ആഴ്ച മുമ്പ് സഞ്ജു ടെക്കി ദേശീയപാതയിലൂടെ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തത്. ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാറിന് നടുവിലെ 2 സീറ്റുകൾ മാറ്റി പകരം പ്ലാസ്റ്റിക് ടർപോളിൻ കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി. യാത്രക്കിടെ ടർപോളിന് ചോർച്ചയുണ്ടായി വെള്ളം കാറിനുള്ളിൽ പടർന്നു. എഞ്ചിനിലടക്കം വെള്ളം കയറി. ഇടതുവശത്തെ സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇതോടെ ഇവർ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കിവിട്ടു. യൂട്യൂബിലെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം കാർ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഇതിനുശേഷം വീണ്ടും മോട്ടോർ വാഹന വകുപ്പിനെതിരെ സഞ്ജു യൂട്യൂബിൽ പോസ്റ്റിട്ടു. തുടർന്ന് ഹൈക്കോടതി ഇടപെടലുണ്ടായി. സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര നടത്തിയ സംഭവം വളരെ ഗൗരവമായാണ് കാണുന്നതെന്നും വിഷയത്തിൽ കർശന നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ജനം, ആലപ്പുഴ.